ഇതൊരു 2 ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് പെരുന്നാൾ തലേ ദിവസത്തെ, അതായത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വേറെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം എനിക്ക് അർജൻറ്റായിട്ട് ഇതിനിടാനാണ് പറഞ്ഞിട്ട് ഒരു 3 ടോപ്പ് ഷേപ്പ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഷേപ്പ് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. ഇന്ന് കുറേ പരിപാടികളുള്ള ദിവസമായിരുന്നു. പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മറന്നിട്ടായിരിക്കും വരിക. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ടൗൺ ഉള്ളതുകൊണ്ട് നമുക്ക് നടന്നു പോയിട്ടാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വേഗം ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് മക്കളൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ട് വേഗം മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് റെഡിയാവാൻ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, മെഷീൻ റൂമാണ്, ഞാൻ സ്റ്റിച്ച് ചെയ്യണ റൂമാണത്. അത് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് പീസും ഇതൊക്കെ ആയിട്ട് നിറഞ്ഞ അലങ്കോലമായി കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇതാണ് എൻ്റെ ഇതിനുള്ള ടോപ്പ്. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ പോലെ എടുത്തതാണ്. ഇതിപ്പോൾ നൈറ്റായപ്പോൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് നൈറ്റായപ്പോൾ പെരുന്നാളാണെന്ന് അറിഞ്ഞു. 29 നോമ്പാണ് ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് മൈലാഞ്ചി എടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണ കാര്യം പെരുന്നാളിൻ്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പിന്നിൽ അതും ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.